നമ്മുടെ സെൽഫ് ലവ് എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൊതുവേ സെൽഫ് ലവിൽ നമ്മൾ പറയുന്നത് നമ്മൾ എന്താണെന്ന് തിരിച്ചറിയാനും നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവർക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാം കൂടെ തന്നെ. അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിലെ കുറവുകൾ എന്താണെന്നോ അത് മനസ്സിലാക്കിയിട്ട് ആ കുറവുകളിൽ തന്നെ നമ്മൾ ജീവിക്കാൻ പഠിക്കുക. നമ്മൾ ആ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ അതിൽ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവാന്ന്, മറ്റുള്ളവരെ കമ്പയർ ഒന്നും ചെയ്യാതെ. അതാണ് സെൽഫ് ലവ് എന്നൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പം അതിന്റെ കൂടെ ഇപ്പൊ എനിക്ക് നിങ്ങളോട് ചാറ്റ് പറയാനുള്ളത് എന്താ അറിയോ, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം, നമ്മുടെ പാരന്റ്സ് ആയിരിക്കാം, നമ്മുടെ കുട്ടികളായിരിക്കാം. അവരെയൊക്കെ നമ്മൾ എന്താണോ അവരെന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയെ തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പലപ്പോഴും പലരും ചെയ്യാ, നമുക്ക് ചുറ്റും നമ്മുടെ പാർട്ട്ണർ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കും നമ്മൾ അവരെ നോക്കിക്കാണാം. അപ്പൊ അവർ അതുപോലെ അല്ലാത്തത് കൊണ്ട് നമുക്ക് അവർ അതുപോലെ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് ഉള്ളിലുണ്ടാവും. കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് അങ്ങനെയായിരിക്കാം. എങ്ങനെയാണോ അവര് ആ രീതിയിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ഉള്ളിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ കൂടെയാണ് കേട്ടോ നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമാകുള്ളൂ.